പ്രവീൺ പുരുഷോത്തമനും വി എസ് രഞ്ജിത്തും ചേരുന്നു നമുക്കൊപ്പം തത്സമയം. ഗുഡ് ഈവനിംഗ് ഗൈസ്. ആദ്യം പ്രവീൺ പുരുഷോത്തമനിലേക്ക്. പ്രവീൺ പുരുഷോത്തമൻ രാഷ്ട്രീയം അറിയാവുന്ന ആൾ തന്നെയാണ്. കർഷകർ എന്നിപ്പോൾ സ്വയം പരിചയപ്പെടുത്തുന്നത്. BJP-ക്കൊപ്പം നിൽക്കാൻ ക്രൈസ്തവ സംഘടനകളുടെ കൂടി ആശസ്സോടുകൂടിയുള്ള ഒരു പാർട്ടിയായി ഇത് മാറാനുള്ള ഒരു സാധ്യത എത്രത്തോളം ഉണ്ട് പ്രവീൺ? ഈ പാർട്ടി രൂപീകരണത്തിന്റെ പ്രഖ്യാപനം നാളെ പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? സുജിയ, കേരള ഫാമേഴ്സ് ഫെഡറേഷന്റെ പ്രതിനിധി സമ്മേളനമാണ് ഇന്ന് ഉച്ചതിരിഞ്ഞ് കോട്ടയത്ത് ചേർന്നത്. ഇതിന്റെ ഉദ്ഘാടനം ജോർജ് ആലഞ്ചേരി നടത്തും എന്നാണ് അവിടെ പറഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹം ഉദ്ഘാടന സമ്മേളനത്തിന് എത്തിയില്ല. കാരണം ഈ ഒരു സമ്മേളനം അത് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിന് മുന്നോടിയായിട്ട് നടത്തുന്നതാണോ എന്ന് ഒരു പ്രചരണം നടന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്ന് സംഘാടകർ തന്നെ വ്യക്തമാക്കി. പകരം ഈ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് SNDP-യുടെ വൈസ് പ്രസിഡന്റും ഒപ്പം തന്നെ BDJS സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയാണ്. തുഷാർ വെള്ളാപ്പള്ളിയുമായി നാം ആദ്യമേ സംസാരിച്ചിരുന്നു. അദ്ദേഹം യോഗത്തിന് പങ്കെടുക്കാൻ വന്നപ്പോൾ തന്നെ സംസാരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം കൃത്യമായും പറഞ്ഞത് ഇത് കർഷകരുടെ ഒരു കൂട്ടായ്മയാണ്, രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു യോഗമേ അല്ല ഇവിടെ നടക്കുന്നതെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പ്രതികരിച്ചത്. പിന്നീട് ജോർജ് മാത്യു ഉൾപ്പെടെയുള്ള ഇതിന്റെ നേതാക്കൾ എത്തി. ജോർജ് മാത്യു ആദ്യമേ തന്നെ പറഞ്ഞത് തുഷാർ വെള്ളാപ്പള്ളിയുടെ വാചകങ്ങൾ തന്നെയായിരുന്നു. അതായത് ഇത് വെറും ഒരു കർഷകരുടെ കൂട്ടായ്മ മാത്രമാണ്, കർഷകർ വലിയ പ്രതിസന്ധി ഇപ്പോൾ അനുഭവിക്കുന്നു, അപ്പോൾ കർഷകരുടെ ഒരു കൂട്ടായ്മ വേണം, കർഷകരുടെ വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിട്ടാണ് ഇപ്പോൾ ഫാമേഴ്സ് ഫെഡറേഷന്റെ ഈ ഒരു സമ്മേളനം നടത്തുന്നത് എന്നാണ് ജോർജ് മാത്യുവും പ്രതികരിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുസ്ലിം നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്ന രാജീവ് ചന്ദ്രശേഖരെയാണ് നമ്മൾ കണ്ടത്. അതായത് എല്ലാവർക്കും ആക്സസിബിൾ ആയ, എല്ലാവർക്കും ഒപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയായുള്ള ഒരു മുഖമിനുക്കൽ സംസ്ഥാനത്ത് നടത്താൻ ഇപ്പോൾ പുതിയ അധ്യക്ഷൻ വന്നതിന് ശേഷം അവർ കാര്യമായി തന്നെ ശ്രമിക്കുന്നുണ്ട്. നേരത്തെയും അങ്ങനെയുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു തുടർച്ച പ്രകടമായി തന്നെ ഇപ്പോൾ നടക്കുകയാണ്. ഈ സംഘടനാ രൂപീകരണം, അതിന്റെ നാളത്തെ പ്രഖ്യാപനം, അത് എത്രത്തോളം BJP-ക്ക് നേട്ടമാകും? സുജിയ, കേരളത്തിൽ ഒരു ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ BJP പല ഘട്ടത്തിലായി നടത്തിയിട്ടുണ്ട്. അതിൽ ക്രൈസ്തവ സഭാ നേതാക്കന്മാരെ കൂടെ നിർത്തുക, ക്രൈസ്തവ സമുദായങ്ങളെ കൂടെ നിർത്തുക, അതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. ക്രൈസ്തവ നേതാക്കന്മാരെ പാർട്ടിയിലേക്ക് അടയ്ക്കുക. അൽഫോൺസ് തങ്കന്താനം, അനിൽ ആന്റണി അടക്കം, ഇപ്പോൾ ജോർജ് കുര്യനൊക്കെ നേരത്തെ പാർട്ടിയിലുണ്ട്. പക്ഷേ പുതിയ നേതാക്കന്മാരെ, അതും ക്രൈസ്തവ നേതാക്കന്മാരെ കൂടുതലായി പാർട്ടിയിലേക്ക് കൊണ്ടുവരിക, ഇതൊക്കെ BJP ഘട്ടം ഘട്ടങ്ങളിലായി ക്രൈസ്തവ സമൂഹത്തെ കൂടെ നിർത്താൻ നടത്തിയ ശ്രമങ്ങളാണ്. ഇതിനിടയിൽ ജോണി നെല്ലൂരിനെ ഉൾപ്പെടുത്തിയ ഒരു പാർട്ടി, ജോണി നെല്ലൂരുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടിയെ BJP-യുമായി അടുപ്പിക്കാനൊക്കെയുള്ള ശ്രമം നടത്തിയിരുന്നു. PC ജോർജിനെയും മകനെയും BJP-യിലേക്ക് അടിക്കുന്നു. അങ്ങനെ ക്രൈസ്തവ സഭയുമായി കൂടിച്ചേർന്ന് പോവാൻ, ക്രൈസ്തവ സമുദായവുമായി കൂടിച്ചേർന്ന് പോകാനുള്ള പല തരത്തിലുള്ള നീക്കങ്ങൾ, പല പരീക്ഷണങ്ങൾ BJP നടത്തിയിരുന്നു. അതിൽ BJP കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നത് ക്രൈസ്തവ സഭകൾക്ക് പരസ്യമായി പിന്തുണ കൊടുക്കാനും ക്രൈസ്തവ സഭകൾക്ക് NDA-യുമായി സഹകരിക്കാനും BJP-യുമായി സഹകരിക്കാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവണമെന്നുള്ളതാണ്. അതിന് കേരളത്തിലെ കോൺഗ്രസിലെയും CPM-ലെയും മറ്റ് കേരള കോൺഗ്രസിലെയും ഒക്കെ ഉള്ള അവരുമായി പിണങ്ങി നിൽക്കുന്ന നേതാക്കന്മാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്രൈസ്തവ പാർട്ടി, അത് BJP സ്പോൺസേഡായി തന്നെ, ഇപ്പോൾ SNDP BDJS ഉണ്ടാക്കുന്ന അങ്ങനെയാണ്, അതുപോലൊരു പാർട്ടി ക്രൈസ്തവ സഭകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്രൈസ്തവ സഭകളുടെ ആശീർവാദത്തോടു കൂടി ഉണ്ടാവണമെന്ന് BJP ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോൾ മലയോര കർഷകരെ ഉൾപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള കർഷക സംഘടനകളുടെ കൂട്ടായ്മകളൊക്കെ ചേർന്നുകൊണ്ട് ആണെങ്കിൽ BJP-ക്ക് അത് ഗുണം ചെയ്യും. പ്രത്യേകിച്ച് ഒരു മതേതര സ്വഭാവമുള്ള ക്രൈസ്തവ സഭകൾക്ക് BJP-ക്ക് നേരിട്ട് പിന്തുണ കൊടുക്കുന്നതിൽ അവർക്ക് ചിലപ്പോൾ പരിമിതികളുണ്ടാവും. പക്ഷേ ഇത്തരത്തിൽ ക്രൈസ്തവ സഭാ നേതൃത്വത്തിൻ്റെ ആശീർവാദമുള്ള സംഘടനകളാവുമ്പോൾ, രാഷ്ട്രീയ പാർട്ടികളാവുമ്പോൾ, അത്തരം രാഷ്ട്രീയ പാർട്ടികൾക്ക് BJP-യുമായി സഹകരിക്കുന്നതിൽ തെറ്റുണ്ടാവില്ല. നേരത്തെ കേരള കോൺഗ്രസിനൊക്കെ BJP-യിലേക്ക് അടുപ്പിക്കാൻ ശ്രമം നടന്നിരുന്നു. ആ ശ്രമം വിഫലമായതോടുകൂടി പുതിയൊരു രാഷ്ട്രീയ പാർട്ടി എന്ന ആശയം രൂപപ്പെടുന്നു. ആ ആശയത്തിന്റെ ഒരു സഫലീകരണത്തിലേക്കാണ് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. VS രഞ്ജിത്തും പ്രവീൺ പുരുഷോത്തമനുമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കർഷകരുടെ സംഘടന രാഷ്ട്രീയ പാർട്ടിയായി നാളെ മുഖം മാറി പ്രഖ്യാപനം നടത്തുമോ എന്നതറിയാൻ നമുക്കും